Hello guys, welcome back to my YouTube channel and welcome to day 4 episode 7 of our road trip. ഞങ്ങൾ അങ്ങനെ നമ്മുടെ ട്രിപ്പിന്റെ 4ാമത്തെ ദിവസത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ആൻഡ് ഇത് നമ്മുടെ ഈ ഒരു ട്രിപ്പിന്റെ ഒരു സ്പെഷ്യൽ ഡേയും കൂടിയാണ്. കാരണം ഈ ഒരു ഡേയിലെ ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് പറയാനുണ്ട്. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് ഗൈസ്. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ ഗാൽവെസ്റ്റിന്റെ അടുത്തുള്ള ഒരു ഹോട്ടലിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. മോർണിംഗത്തെ പിന്നെ ആ ഒരു റെഡിയാവുന്ന തിരക്കിൽ മോർണിംഗ് വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഗൈസ്. അപ്പോൾ നമ്മൾ രാവിലെ എണീച്ച് റെഡിയായി. പിന്നെ അവിടെ ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ചെറുതായിട്ട് അവിടെ നിന്ന് കഴിച്ചു. പിന്നെ നമ്മൾ ബാക്കി പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് റൂം വെക്കേറ്റ് ചെയ്തു. അങ്ങനെ ഇന്ന് നമ്മൾ തിരിച്ചു പോവാണല്ലോ, പിന്നെ ഇന്ന് അവിടെ ഇനി സ്റ്റേ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ വെക്കേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ നേരെ നമ്മുടെ ഡ്രീം ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. സമയം ഇപ്പോൾ 9 മണി കഴിഞ്ഞിട്ടുണ്ട് മോർണിംഗ്. നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഗാൽവെസ്റ്റൺ കൗണ്ടിയിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇനി ഹൂസ്റ്റണിലേക്കുള്ള ഡ്രൈവാണ് ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. റോഡ് വ്യൂസ്. ഇതിലൂടെയുള്ള ഒരു ഡ്രൈവ് എന്ന് പറയുമ്പോൾ ഇത് അത്ര വലിയ സിറ്റി ഒന്നും അല്ല, കുറച്ച് ഉള്ളിലോട്ടുള്ള ഒരു പ്രദേശമായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയാണ് ഒരു റോഡ് വ്യൂ നമുക്ക് കാണുന്നത്. ഇവിടുന്ന് ഒരു 15 മിനിറ്റ്സ് ഡ്രൈവാണ് ഗൈസ് നാസ സ്പേസ് സെന്ററിലേക്കുള്ളത്. പിന്നെ ഈ ഏരിയാസിലൊക്കെ ഇന്ത്യൻസ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇന്നലെ പിന്നെ നമ്മൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് നൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ ടൗൺ വ്യൂസ് ഒന്നും നമുക്ക് ശരിക്കും കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ മോർണിംഗ് കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്.
ഇവിടെ നിന്ന് തൊട്ടേ നമുക്ക് ആ ഒരു നാസ വൈബ് ഇങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ബോർഡും നാസ എന്ന് ഉള്ള ബോർഡും കൂടി കണ്ടപ്പോൾ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി ഗൈസ്. കാരണം എല്ലാവരുടെയും ഒരു ചൈൽഡ്ഹുഡ് ഡ്രീം ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ നാസ വിസിറ്റ് ചെയ്യാന്നൊക്കെ ഉള്ളത്. അപ്പം അതുപോലെ തന്നെ എനിക്കും അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിങ്ങനെ ശരിക്കും നേരിട്ട് കാണാൻ പോകുന്നത് നമ്മൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ ദാ ഗൈസ് ഫൈനലി നമ്മൾ ലിൻഡൻ ബി ജോൺസൺ സ്പേസ് സെൻറ്റർ ഹൂസ്റ്റണിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട്. നമുക്ക് എൻട്രൻസ് ഗേറ്റിൻ്റെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഗൈസ്. കാരണം അവിടെയും നമ്മൾ വേറെ ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. Yeah. So this is the employee entrance? Oh, okay. Sorry. So, no, you're okay. So what you'll do is you'll do a U-turn here. Okay. Make a left at this light. Go back out to the main road. Okay. Make a right. And then you'll see the two white airplanes on your right. Yeah. Oh, okay. Turn there. Oh, okay. Thank you. No problem. ഇവർ പറഞ്ഞ പോലെ ഇത് എംപ്ലോയി എൻട്രൻസ് ആയിരുന്നു. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് വണ്ടി തിരിച്ചിട്ട് നേരെ അപ്പുറത്തേക്ക് തന്നെ പോവാണ്.
അങ്ങനെ നമ്മൾ ഫൈനലി ഇവിടെ എത്തിയിട്ട് വണ്ടി പാർക്ക് ചെയ്തു ഗൈസ്. അപ്പോൾ വണ്ടി പാർക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പേ ചെയ്യണം. അപ്പോൾ ഫോൺ വഴി സ്കാൻ ചെയ്ത് പേ ചെയ്യുമായിരുന്നു. ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു, നമുക്ക് ദൂരേന്നേ ഇങ്ങനെ കാണാമായിരുന്നു. പിന്നെ ഇതൊരു ലോങ് വീക്കെൻഡും ഹോളിഡേയ്സൊക്കെ ആയതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ നമുക്ക് വരുന്നത് കാണാമായിരുന്നു. കൂടുതലും ഇന്ത്യൻസൊക്കെ ആണെന്ന് തോന്നുന്നു, കാരണം ഒരുപാട് ഇന്ത്യൻസ് നമ്മളിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തായിട്ട് നമുക്ക് ടിക്കറ്റ് കൗണ്ടറൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്നും നമുക്ക് ടിക്കറ്റ് എടുക്കാം, അല്ലെങ്കിൽ ഓൺലൈൻ വഴിയായിട്ടും ടിക്കറ്റ് എടുക്കാവുന്നതാണ്. നമ്മൾ ഓൾറെഡി ഓൺലൈൻ വഴി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് കുറേ കാര്യങ്ങൾ പ്രോഹിബിറ്റഡ് ആണ്. അപ്പോൾ അതൊക്കെ ഇവിടെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സെൽഫി സ്റ്റിക്സ് അല്ലെങ്കിൽ ട്രൈപോഡ് സ്റ്റാൻഡ്സ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പോൾ അതൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫൈനലി റെഡി ടു ഗോ ഇൻസൈഡ് ആണ് ഗൈസ്. നമ്മൾ അങ്ങനെ ഇവിടെ കയറുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് സ്കാൻ ചെയ്തിട്ട് മാത്രമേ ഉള്ളിലേക്ക് വിടുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ വെയിറ്റിംഗ് ആണ്. അങ്ങനെ ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്ത് നമ്മൾ ഉള്ളിലേക്ക് കയറി. കുട്ടിക്കാലത്തൊക്കെ നമ്മളിങ്ങനെ സ്കൈ നോക്കി നിൽക്കുമ്പോൾ നമ്മളിൽ കുറച്ച് പേർക്കെങ്കിലും ആ ഒരു ഡ്രീം ഉണ്ടായിട്ടുണ്ടാവും, ഒരിക്കലെങ്കിലും നാസ വിസിറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ ആ ഒരു ഡ്രീം മൊമെൻറ്റിലാണുള്ളത്, ഡ്രീം ലാൻഡിലാണുള്ളത്. ഇത് ജസ്റ്റ് ഒരു സ്പേസ് റിസർച്ച് സെൻറ്റർ മാത്രമല്ല, മറിച്ച് മനുഷ്യന് അസാധ്യമായതിനൊക്കെ കീഴടക്കാനുള്ള ഹാർഡ് വർക്കിൻ്റെയും ഡിറ്റർമിനേഷൻ്റെയും ഒക്കെ ഒരു പ്രതീകമായിട്ടാണ് ഇവിടെ കാണുന്നത്. കഴിഞ്ഞ 50 ഇയേഴ്സിന് മുകളിലായിട്ട് ഗ്ലോബൽ സ്പേസ് എക്സ്പ്ലോറേഷൻ്റെ പ്രധാന ഹബ്ബാണ് ഹൂസ്റ്റണിലെ ഈ നാസ ജോൺസൺ സ്പേസ് സെൻറ്റർ. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ISS പോലുള്ള അത്രയും വലിയ പ്രൊജക്ട്സ് വഴി ലോകത്തിലെ പല രാജ്യങ്ങളെയും ഒന്നിപ്പിക്കുന്നതിലും നാസക്ക് വലിയൊരു പാർട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഹാർട്ട് ഓഫ് ദ വേൾഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ നാസ ഹൂസ്റ്റണിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അമേരിക്കയിലെ എല്ലാ മാൻഡ് സ്പേസ് മിഷൻസിൻ്റെയും മിഷൻ കൺട്രോൾ നടക്കുന്നത് ഇവിടെയാണ്. നീൽ ആംസ്ട്രോങ് ആദ്യമായിട്ട് മൂണിൽ കാലുകുത്തിയപ്പോൾ ആദ്യം പറഞ്ഞ വാക്കിൽ ഹൂസ്റ്റൺ എന്ന പേരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇന്നും മാർസിലേക്കും മൂണിലേക്കൊക്കെയുള്ള ഫ്യൂച്ചർ മിഷൻസിന്റെ പ്ലാനിങ് ആൻഡ് ട്രെയിനിങ് നടക്കുന്നത് ഇവിടെയാണ്. വെറും ടെക്സ്റ്റ് ബുക്കിൽ മാത്രം പഠിക്കുന്ന കാര്യങ്ങളല്ല ഇവിടെ നേരിട്ട് കാണാൻ സാധിക്കുന്നത്. ഓരോ വർഷവും 1 മില്യണിലധികം ആൾക്കാർ ഈ അത്ഭുതങ്ങളൊക്കെ കാണാൻ ഇവിടെ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കമ്മിങ് ജനറേഷനിലെ സയന്റിസ്റ്റിനും അല്ലെങ്കിൽ അത് പഠിക്കുന്നവർക്കൊക്കെ ഒരു വലിയ ഇൻസ്പിറേഷൻ ആൻഡ് എനർജി ആണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. നമ്മൾ ആദ്യം ഇവിടെയൊക്കെ കാണുന്നതിന് മുമ്പായിട്ട് ഫസ്റ്റ് ട്രാമിലാണ് പോകുന്നത്. കാരണം അതിന് പ്രത്യേക ടൈമുണ്ട്. അപ്പോൾ മോർണിംഗ് 9 എന്തോ ആണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ട്രാം ടൂറ്. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് തന്നെ പോയിട്ട് ബോർഡിംഗ് പാസ് എടുക്കണം. കാരണം നമുക്കില്ലെങ്കിൽ എല്ലാം കവർ ചെയ്യാനുള്ള ടൈം കിട്ടൂല. അതുകൊണ്ടാണ് ഇവർ വേഗം രാവിലെ തന്നെ ഈ ബോർഡിംഗ് പാസ് എടുക്കാൻ വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. മാത്രമല്ല അത് 1-2 മണിക്കൂർ ഇടവിട്ടിട്ട് അങ്ങനെ എന്തോ മാത്രമേ ഉള്ളൂ. കാരണം ഒരിക്കൽ അത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് തിരിച്ച് വരേണ്ട അത്ര ടൈം വേണമല്ലോ. അപ്പോൾ ഏകദേശം 1-2 മണിക്കൂർ അങ്ങനെ എന്തോ എടുക്കുന്നുണ്ട്. പിന്നെ 2 മണിക്ക് അത് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും. കാരണം 4 മണി വരെ ഇവിടെ ഉള്ളൂ. അപ്പോൾ 2 മണിക്കാണ് ലാസ്റ്റത്തെ ട്രാം പോകുന്നത്. അതുകൊണ്ട് നമ്മൾ വേഗം എടുക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ അപ്പോൾ അവർ രണ്ടുപേരും ബോർഡിംഗ് പാസ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അവിടെയും അതുപോലെ വലിയ Q&A ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മളിപ്പോൾ ഇവിടെ വെയിറ്റിംഗ് ആണ്. ആ ടൈമിൽ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. ഇവിടെ നമുക്ക് നോക്കിയാൽ ഐഫോൺ മാസ്, പിന്നെ മാസിലെ വെതർ, അങ്ങനെ എല്ലാം കാണാൻ പറ്റും. ഒരുപാട് ഇൻഫോർമേഷൻസ് ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്.
അങ്ങനെ ഞങ്ങൾക്ക് ബോർഡിംഗ് പാസ് കിട്ടി. ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് ട്രാമിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണിത്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ കാത്തു നിൽക്കുന്നുണ്ട്. സോ ഫൈനലി നമ്മളിപ്പോൾ പുറത്തെത്തി ഗൈസ്. അപ്പോൾ ഇതാണ് അങ്ങോട്ടേക്ക് പോകുന്ന ട്രാം. അപ്പോൾ എല്ലാവരും ഇപ്പോൾ അതിൽ കയറുന്നുണ്ട്. അവിടെ ദൂരെയായിട്ട് ഇങ്ങനെ റൗണ്ട് ബോൾസ് പോലെ കാണുന്നില്ലേ? അപ്പോൾ അതൊക്കെ ഓരോരോ പ്ലാനറ്റ് ആണ് ഗൈസ്. സോ ലെറ്റ്സ് ബിഗിൻ ദ ട്രാം ജേർണി ഗൈസ്. Whose feet do not fully reach the floor, please take this time to make sure that they are seated in that. Lastly, please remember to remain seated at all times while we are in motion. Since the 1960s, this is where thousands of people have worked together to help send humans to space, to the moon, and possibly in your lifetime to Mars and beyond. What you're about to experience here today is a sneak peek at how all these people working together help make our mission possible in your lifetime to Mars and beyond. As we are departing, we provide fun and safe ways for all the visitors to come and see the work being done and honoring the history of NASA. Here's an extra text and welcome only the local community here in Houston, also to inspiring kids to pursue science. Apollo missions, Apollos 18, 19, and 20. Texas, and in the neighboring counties. And even other countries' aerospace programs come here to work together. Johnson Space Center. The Johnson Space Center campus is also a wildlife preserve with more than 250 deer living here, as well as other animals like rabbits, wildlife you might see while on tour. Liquid nitrogen tanks are used to pump cold air into massive vacuum chambers to simulate the extreme cold of space. That allows scientists to test large equipment to make sure that they can withstand the super low temperatures. For you to see some of the amazing images sent by it, be sure to visit our live show at Destiny Theater back at Space Center Houston. Human health, performance, and teamwork. One thing that was tested even before the volunteer began living there was the habitat itself. Their habitat is known as the Mars Facility, or as we know it, the Astronaut Training Facility. This is where astronauts and their support teams gain that familiarity with their equipment and mission. You may take as many photos and videos as you like, but please no flash photography. Once again, we don't want to distract anyone who might be working here. ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ സ്പേസ് വെഹിക്കിൾ മോക്കപ്പ് ഫെസിലിറ്റീൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു ബിൽഡിംഗ്. ഇതിനെ ആസ്ട്രോനോട്ട് ട്രെയിനിങ് ഫെസിലിറ്റി സെൻറ്റർ എന്നും കൂടി വിളിക്കും. ഇവിടെയാണ് ആസ്ട്രോനോട്ട് സ്പേസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ടുള്ള ട്രെയിനിങ് എടുക്കുന്നത് ഇവിടെയാണ്. അത് മാത്രമല്ല വേറെയും റിയൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാനുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്തേക്കാണ് പോകുന്നത്. ഇതിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വളരെ എക്സൈറ്റഡ് ആണ്. കാരണം ഇതിനകത്ത് എന്താ ഉള്ളതെന്ന് നമുക്ക് കാണാനായിട്ടുള്ള ഒരു ഇതിലാണിപ്പോൾ നമ്മൾ ഉള്ളത്. അപ്പോൾ എന്താണ് ഇതിനകത്ത് ഉള്ളതെന്ന് നമുക്ക് കാണണ്ടേ ഗൈസ്? അതിനായിട്ട് വെയിറ്റ് ചെയ്യൂ. പാർട്ട് 2 ആയിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ ഫോർ ദ നാസ പാർട്ട് 2 വീഡിയോ. ടാറ്റ, ബൈ ബൈ.